വാഹന രൂപമാറ്റത്തിൽ മുഖ്യമന്ത്രി ജൻസിക്ക് നൽകിയ ഉറപ്പ് പാളുന്നു. അനുമതിയില്ലാതെ വരുത്താവുന്ന 18 മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. അതേസമയം സർക്കാരിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. വാഹന മോഡിഫിക്കേഷനിൽ സമഗ്രമാറ്റം പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം മുഖ്യമന്ത്രിയുടെ പൂക്കിയ ചിരി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മുൻകൂർ അനുമതിയില്ലാതെ വരുത്താവുന്ന 18 രൂപമാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമതടസ്സങ്ങളില്ലാത്ത 18 തരം സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റുകൾക്ക് മാത്രമാണ് മുൻകൂർ അനുമതി ആവശ്യമില്ലാത്തത്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റുകൾ, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവയ്ക്കും അശ്ലീലമല്ലാത്ത ബോഡി സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതിനും നിയമതടസ്സമില്ല. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കറുകൾ, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS, റൂഫ് കാരിയറുകൾ, 50% കാഴ്ച ലഭിക്കുന്ന സൺ ഫിലിമുകൾ എന്നിവയും ഈ പട്ടികയിലുണ്ട്. വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ 112 പ്രകാരം മുൻകൂർ അനുമതി നിർബന്ധമാണ്. വാഹനത്തിന്റെ നിറം, എഞ്ചിൻ, ചേസ് ഫ്രെയിം എന്നിവ മാറ്റുന്നതിനും പ്രത്യേക അനുമതി വേണം. വാഹന ഓൾട്രേഷൻ സംബന്ധിച്ച സുപ്രധാന വകുപ്പായ സെക്ഷൻ 52 പരാമർശിക്കാതെയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാരിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ജൻസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാഹനത്തിൽ ആവശ്യാനുസരണം മോഡിഫിക്കേഷൻ നടത്താം എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിങ്ങിന് കവർ പിടിപ്പിക്കാനുള്ള മോഡിഫിക്കേഷൻ, മാറ്റ് വിരിക്കാനുള്ള മോഡിഫിക്കേഷൻ, എന്താണ് പുതിയ മോഡിഫിക്കേഷനായിട്ട് പറയാനുള്ളത്? 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.